നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ട് കേസിൽ വാലും ചുരുട്ടി ഓടിയ ഇഡി എന്ന് പരിഹസിച്ച തോമസ് ഐസക് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയെ പേടിച്ചോടുന്നു. ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തോമസ് ഐസക് മുങ്ങി. ഇത് രണ്ടാം തവണയാണ് ഇഡി നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരിക്കുന്നത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും അഭിഭാഷകൻ മുഖേന തോമസ് ഐസക് ഇഡിയെ അറിയിച്ചിരിക്കുന്നത്. ജനുവരി 12-നാണ് നേരത്തെ അദ്ദേഹത്തിന് ഇഡി നോട്ടീസ് അയച്ചത്. അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും നേതൃയോഗങ്ങളും ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് തോമസ് ഐസക് മറുപടി നൽകിയിരുന്നത്. തുടർന്നാണ് ജനുവരി 22-ന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകിയത്. ആദ്യഘട്ടത്തിൽ ഇഡി അയച്ച നോട്ടീസിനെ ചോദ്യം ചെയ്ത തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നോട്ടീസിൽ അപാകതകളുണ്ടെന്ന് തോമസ് ഐസക്കിന്റെ വാദം ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സമൻസ് പിൻവലിച്ചാണ് ഇഡി രണ്ടാം ഘട്ടത്തിൽ സമൻസ് അയച്ചത്. കിഫ്ബി മസാല ബോണ്ട് കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. തോമസ് ഐസക് തുടർച്ചയായി ഹാജരാകാതിരുന്നാൽ തുടർ നടപടി എടുക്കുന്നതിലേക്ക് ഇഡി കടക്കുമെന്നാണ് വിവരങ്ങൾ. ഇഡി നോട്ടീസിനെ ചോദ്യം ചെയ്ത് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണ് തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത്. എന്നാൽ തനിക്ക് വയ്യെന്ന് പറഞ്ഞ തോമസ് ഐസക് തന്നെയാണ് കഴിഞ്ഞ ദിവസം DYFIയുടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തത്. ഇതിൽ ട്രോളും വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ വയ്യെന്ന് പറഞ്ഞ മനുഷ്യനാണ് ചങ്ങലയിൽ പോയി കൈകോർത്ത് പിടിച്ചു നിന്നത്. അല്ലെങ്കിലും ഈ സഖാക്കൾ ഇങ്ങനെ തന്നെയാ. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ നെഞ്ചുവേദന, നടുവേദന, കൊറോണ, ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മുങ്ങാറാണ് പതിവ്. എന്നിട്ട് മൈക്ക് കിട്ടുമ്പോൾ പറയും മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധം, അന്വേഷണത്തെ ഭയമില്ലെന്ന്. പക്ഷേ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ അപ്പോൾ തലകറങ്ങി വീഴുകയും ചെയ്യും. ഏതായാലും തോമസ് ഐസക് മുങ്ങിയത് സർക്കാരിന് ക്ഷീണമായിട്ടുണ്ട്. എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, അതാണ് ഈ വെപ്രാളം. കിഫ്ബിയിൽ തോമസ് ഐസക് കുറച്ച് വിയർക്കുമെന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാനായി കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ ഫണ്ട് നിയമപ്രകാരം സ്ഥാപിതമായ ധനകാര്യ ബോർഡ് കോർപ്പറേറ്റാണ് കിഫ്ബി. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ 2019 മെയ് 17-ന് മസാല ബോണ്ടുകൾ വിതരണം ചെയ്തു. 7.23% പലിശയ്ക്ക് 2150 കോടി രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത്. ഇതിൽ CAG ക്രമക്കേട് കണ്ടെത്തിയതോടെ മസാല ബോണ്ട് വിവാദത്തിലായി. പിന്നാലെയാണ് ഇഡി കേസെടുത്തത്. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട തുകയുടെ 3 ഇരട്ടി വരെ പിഴയായി ഈടാക്കണമെന്നാണ് ഫെമ നിയമത്തിലെ സെക്ഷൻ 13-ൽ വ്യവസ്ഥ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചുമത്താവുന്ന പരമാവധി പിഴത്തുക കോടികൾ കടക്കും. വിദേശ വായ്പയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. രാജ്യത്തിനുള്ളിൽ മാത്രമേ സഞ്ചിത നിധി സെക്യൂരിറ്റിയായി നൽകി വായ്പയെടുക്കാനാകൂ. ഇതിനുവേണ്ടി സംസ്ഥാനം നിയമം നിർമ്മിക്കണം. കിഫ്ബി പോലുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെയും ഇപ്രകാരം വിദേശ വായ്പ എടുക്കാനാകില്ലെന്ന് CAG കണ്ടെത്തിയിരുന്നു. ഇതും ഇഡിയുടെ കേസിന്റെ അടിസ്ഥാനമാവും. എന്നാൽ വ്യക്തികൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, ബോഡി കോർപ്പറേറ്റുകൾ, കമ്പനികൾ എന്നിവയ്ക്ക് വിദേശ വായ്പ വാങ്ങുന്നതിനായി തടസ്സമില്ലെന്ന ഭരണഘടനയിലെ വാചകങ്ങളാണ് കിഫ്ബിയെ ന്യായീകരിക്കാൻ സംസ്ഥാനം ഉന്നയിക്കുന്നത്.